സുഹൃത്തുക്കളെ, മമ്മൂട്ടിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല. 5ന്റെ വയസ്സേക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് അഭിനയിക്കാൻ അറിയില്ലെന്ന്. ഭയങ്കര ബോറാണ്. എന്തൊക്കെയാണ് കാട്ടിക്കുട്ടലുകൾ. വെറുതെ ഈ വയസ്സാം കാലത്ത് കൈയും കാലൊക്കെ പൊന്തിച്ചിട്ട് ആ മുഖത്തിൽ എന്തൊക്കെ ഗോഷ്ടി കാണിക്കുക എന്നീ പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്റെ ചെന്തയ്ക്ക് കയറും. സുഹൃത്തുക്കളെ, ഇത് പറഞ്ഞ് ഞാനൊന്നല്ല, ഒരു ഹിന്ദി നടന. ലോബിയിങ്ങിലൂടെ മികച്ച നടനുള്ള അവാർഡ് എനിക്ക് നഷ്ടപ്പെട്ടു, പകരം അത് മമ്മൂട്ടിക്ക് കിട്ടി. പരേഷ് റാവൽ എന്നാണ് ഈ ഒരു ഹിന്ദി നടന്റെ പേര്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടാ? പരേഷ് റാവൽ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ പേര് നോക്കി. ഈ ചങ്ങാതി കുറെ കോമഡി പടങ്ങൾ, ആദ്യകാലത്ത് കുറെ വില്ലൻ പടങ്ങളും പിന്നീട് കുറച്ച് കോമഡി പടങ്ങളൊക്കെ മാത്രം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇപ്പൊ സിനിമയിലൊന്നുമില്ല, ഒതുങ്ങിക്കൂടി ജീവിക്കുന്നു. പക്ഷേ അതും 60 ചില്ലറ വയസ്സൊക്കെ ചങ്ങാതിക്ക് ആയിട്ടുള്ളൂ എന്നാണ് എൻ്റെ തോന്നൽ. നോക്കിയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴാണ് ഇദ്ദേഹത്തിനുള്ള ഒരു ഇന്റർവ്യൂ പുറത്തു വന്നത്. ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് 1993-ലോ 94-ലോ ഞാൻ മൗറീഷ്യസിൽ ഷൂട്ടിങ്ങിലായിരുന്നു. ഈ 94 മമ്മൂക്കയുടെ ഒരു 2 ഗംഭീര സിനിമകളോ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ ഞാൻ പറയാം. എന്തായാലും രാവിലെ ഒരു 7:30 8 മണിയാകുമ്പോൾ ഇദ്ദേഹത്തിന് കോള് വന്നു. മുകേഷ് ഭട്ട് എന്ന് പറഞ്ഞ ഒരാളെ വിളിക്കുന്നത്. പരേഷ്, നീ എന്താണ് ചെയ്യുന്നത്? നീ ഉറങ്ങാണോ? എഴുന്നേൽക്കൂ, നിനക്ക് ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം എനിക്ക് മറ്റൊരു കോൾ ലഭിച്ചു. ഇത്തവണ ചലച്ചിത്ര നിർമ്മാതാവ് കൽപ്പന ലാജ്മിയാണ് സർദാർ എന്ന ചിത്രത്തിന് മികച്ച നടന് ദേശീയ അവാർഡ് ലഭിച്ചതായിട്ട് എന്നോട് പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നത് ഈ ചങ്ങാതിക്ക് അറിയില്ല. ഭയങ്കര അത്ഭുതം, ഭയങ്കര സന്തോഷം, സ്വർഗം കിട്ടിയ സന്തോഷത്തിലായിരുന്നു. ഇയാൾ നേരെ ഡൽഹിക്ക് തിരിച്ചെത്തുന്നു. ഡൽഹിക്ക് തിരിച്ചെത്തിയ സമയത്താണ് ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്, എടോ എന്താണ് ലോബി കളിക്കണ്ടേ, അവാർഡ് കിട്ടാൻ വേണ്ടി ലോബി കളിക്കണ്ടേ. ഒടുവിൽ രാഷ്ട്രീയക്കാരനായ ടി സുബ്ബരാമി റെഡ്ഡിയാണ് എനിക്ക് വിസ നൽകിയത്. നിങ്ങൾ ലോബിയിങ് ചെയ്തില്ല, അപ്പുറത്തെ കടുത്ത ലോബിയിങ് നടത്തി മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ സർദാർ എന്ന് പറയുന്ന സിനിമയാണ് 1994 ഇറങ്ങിയ കേട്ടോ. സർദാർ എന്ന് പറയുന്ന ഒറ്റ സിനിമയാണ് 1994 ഇറങ്ങിയ. ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിക്കണേ. ഞാൻ പറയുന്നത്, മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ വെല്ലാൻ മാത്രമുള്ള അഭിനയം സർദാർ എന്ന് പറഞ്ഞ സിനിമയിൽ ഈ ചെങ്ങാതി നടത്തിയിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. എന്തൊക്കെയായാലും അന്ന് 1994 മമ്മൂട്ടിയുടെ 2 സിനിമകളാണ് നാഷണൽ അവാർഡിന് മത്സരിക്കുന്നുള്ളത്. 2 സിനിമകളുടെ പേര് ഞാൻ പറയാം. ഒന്ന് വിധേയൻ, ഒന്ന് പൊന്തന്മാട. രണ്ടും ഗംഭീര വേഷങ്ങളാണ്. വിധേയനും പൊന്തന്മാടയും ഈ 2 സിനിമകളായിരുന്നു നമ്മുടെ. ഒന്നിൽ വിധേയൻ എന്ന് പറയുന്ന സിനിമയില് മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ അഭിനയിച്ചത് അതിക്രൂരനായിട്ടുള്ള ഒരു ജന്മിയായിട്ടാണ്. അവസാനം ഈ ഒരു സിസ്റ്റത്തിന് വിധേയപ്പെട്ടു പോകുന്ന മനുഷ്യനായിട്ടാണ് അഭിനയിച്ചു തീർക്കുന്നത്. പൊന്തന്മാടയിലാണെങ്കിൽ പ്രായം ചെന്നൊരു മനുഷ്യനായിട്ടാണ്, വളരെയധികം പ്രായം ചെന്നൊരു മനുഷ്യനായിട്ടാണ് പൊന്തന്മാടയിൽ അഭിനയിക്കുന്നത്. രണ്ടും വ്യത്യസ്തമായ രീതിയിൽ ഭാഷാ പ്രയോഗം നടത്തി അഭിനയിച്ച വേഷങ്ങളാണ് ആ 2 സിനിമകളാണ് അന്ന് നാഷണൽ അവാർഡിന് വേണ്ടിയിട്ട് പോയത്. 2 സിനിമകളാണ് കേട്ടോ. അതേസമയം സർദാർ എന്ന് പറഞ്ഞ ഒറ്റ സിനിമയായിട്ടാണ് ഈ ചങ്ങാതിരി സിനിമ മത്സരിക്കാൻ ചെന്നത്. പക്ഷേ അവസാന നിമിഷത്തില് ഈ അഭിനയത്തിന് തൂക്കം എടുത്തു നോക്കുന്ന സമയത്ത് മമ്മൂട്ടിക്ക് തൂക്കം ഒരൽപ്പം കൂടിപ്പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് അന്ന് നാഷണൽ അവാർഡ് കിട്ടുകയും അദ്ദേഹത്തിന്റെ സഹനടനുള്ള നാഷണൽ അവാർഡ് ലഭിക്കുകയും ചെയ്തു. മികച്ച സഹനടനുള്ള നാഷണൽ അവാർഡ് ലഭിച്ചു. ഇദ്ദേഹം പറയുന്നത് അത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ലോബിയിങ് നടത്തി കിട്ടിയെന്നതാണ്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയ അവസ്ഥകൾ എന്തൊക്കെയാണെന്നൊക്കെ. പലപ്പോഴും ഇപ്പോഴും നമ്മൾക്കെല്ലാം മനസ്സിലാവുന്ന കാര്യം, പല അവാർഡുകളും ഇപ്പൊ നമ്മുടെ നാട്ടിലെ പല ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട്. എന്തിനേറെ അല്ലു അർജുൻ എന്ന് പറയുന്ന ആ നടന് പോലും നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോഴാണ് നാഷണൽ അവാർഡൊക്കെ എടുത്ത് തൂക്കി അതിന്റെ ഒരു അവസ്ഥ, അതിന്റെ ഒരു വില ആലോചിച്ച് നോക്കണം. അല്ലു അർജുനൊക്കെ വാങ്ങിച്ച അവാർഡ് ഇനി മമ്മൂട്ടിക്ക് വേണോ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ പറയുക അത് വേണ്ട എന്നുള്ളതാണ്. ഇനി മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയാലും ഞാനില്ല കേട്ടോ, ഞാൻ വരുന്നില്ല, ആർക്കാച്ച് കൊടുത്തോളൂ, എനിക്ക് ഇനി ആ അവാർഡ് വേണ്ട. കാരണം നാട്ടുകാർ അത്രയേറെ അവാർഡ് അദ്ദേഹത്തിന് നൽകുന്നുണ്ട്, മനസ്സിൽ അത്രയ്ക്കധികം സ്നേഹം അദ്ദേഹത്തിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയായാലും മമ്മൂട്ടിക്ക് അന്ന് വിധേയയിലും പൊന്തന്മാടിയും കിട്ടിയ അവാർഡ് ആ ഒരു അഭിനയത്തെക്കാൾ അപ്പുറമാണോ സർദാർ എന്ന പടത്തില് ഈ ഒരു ചെങ്ങാതിക്ക് കിട്ടിയ, അല്ലെങ്കിൽ ചെങ്ങാതി പെർഫോം ചെയ്തു വെച്ചതെന്ന് എന്തായാലും ഈ 2 സിനിമകൾ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഞാനിതാ പറയുന്നു, കോമഡി മാത്രം അഭിനയിച്ച് ശീലമുള്ള, ഒരല്പം വില്ലൻ വേഷം മാത്രം അഭിനയിച്ച് ശീലമുള്ള ആ മനുഷ്യന്റെ മോശമില്ലാത്തൊരു അഭിനയമുള്ള ഒരു സിനിമ മാത്രമാണ് സർദാർ എന്ന് പറയേണ്ടി വരും. അതിനേക്കാൾ അപ്പുറത്തേക്ക്, നമ്മുടെ മമ്മൂക്കയുടെ അപ്പുറത്തേക്ക് അഭിനയമൊന്നുമില്ല. ആ പാവം മനുഷ്യനെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ആരൊക്കെ വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് നല്ല നടനുള്ള അവാർഡ് ഉണ്ട്, പിന്നീടാണ് മനസ്സിലാവുന്നത് നല്ല നടനല്ല, നല്ല സഹനടനുള്ള അവാർഡാണ്. ഈ സഹ എന്ന് കേൾക്കാതെ പോയിട്ടായിരിക്കും.
അപ്പൊ പിന്നെ അയാളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മമ്മൂട്ടി ലോബിയിങ് നടത്തിയെന്നാണ് കൃത്യമായിട്ട് നമുക്ക് അറിയുന്ന കാര്യം. മമ്മൂട്ടിക്ക് പലപ്പോഴും അവാർഡ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉത്തരേന്ത്യയിൽ ലോബിയിങ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിഗംഭീരമായിട്ട് അഭിനയിച്ച് തകർത്ത സിനിമകളെല്ലാം അവിടേക്ക് എത്തുന്ന സമയത്ത് മമ്മൂട്ടിയെ പരിഗണിക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് കാരണം ഞാനൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, അദ്ദേഹം ഒരു പ്രത്യേക മതവിഭാഗത്തിൽ ജനിച്ചു എന്നുള്ളതാണ് ഒരു കാരണം. രണ്ട്, അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം. ഏറ്റവും പ്രധാനപ്പെട്ടത് കൈരളിയുടെ ചെയർമാൻ പോസ്റ്റിൽ നിൽക്കുന്ന മനുഷ്യൻ ഇപ്പോഴും മമ്മൂട്ടിയാണെന്നുള്ളതാണ്. കൈരളി ഒരു ഇടതുപക്ഷ അനുകൂല ഒരു പത്രസ്ഥാപനമാണ്, ഒരു മാധ്യമ സ്ഥാപനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ചങ്ങാതിക്ക് അത്തരത്തിലുള്ള അവാർഡുകൾ കിട്ടില്ല എന്നുള്ള കാര്യം വളരെയധികം ഉറപ്പാണ്. ഇനി അങ്ങോട്ട് എന്ത് തന്നെ ഇദ്ദേഹം അഭിനയിച്ച് പുറത്തു വിട്ടാലും എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇനി അടുത്തുള്ള കാലങ്ങളൊന്നും മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യന് ഒരു അവാർഡ് കിട്ടാൻ പോകുന്നില്ല. അത് കൃത്യമായിട്ടും ആ ഡൽഹിയിൽ നിന്ന് അത് തടയും. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ലോബിയിങ് നടത്തിയിട്ട് മമ്മൂക്ക് അവാർഡ് വാങ്ങിച്ചെന്ന് പറയുന്നത്. മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യന് അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അർഹതയ്ക്കുള്ള അവാർഡായിരുന്നു. വേറെ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ ഇളകി പോകുമോ എന്നുള്ള ഭയത്തിന്റെ പുറത്ത് മാത്രം കൊടുത്തു പോകുന്ന അവാർഡുകളാണ് മമ്മൂട്ടി കിട്ടിയെന്ന് പറയേണ്ടി വരും. കാരണം പൊന്തന്മാടയും വിധേയനും കാണാത്ത ആളുകൾക്ക് ആ സിനിമ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് മമ്മൂട്ടി അന്ന് ചെയ്തു വെച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴാണ് സർദാർ എന്ന് പറഞ്ഞ പടം എവിടെ നിൽക്കുന്നു എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, എന്തായാലും ഇത്ര മോശം നടനൊന്നുമല്ല. ബൈ സുഹൃത്തുക്കളെ, ഒപ്പം ഉണ്ടാവണം.